മങ്കാത്തക്ക് ശേഷം തിയേറ്റർ ഇത്ര പിടിച്ചു കുലുക്കിയേക്കണ ഒരു AK ഫിലിം ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ആൻസർ ഈസ് നോ. കാരണം പക്ക AK ഷോ. ഇന്ന് 4 പടം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പടം ഞാൻ പോയി കണ്ട്. അതിൻ്റെ ക്ഷീണം ഈ ഒരു ഒറ്റ പടം കൊണ്ട് തന്നെ ആ ക്ഷീണമെല്ലാം മാറി. കാരണം അത്ര പക്ക എൻ്റർടൈനിങ്, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ. വെറുതെ എൻഗേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മങ്കാത്തയെ കണ്ടപ്പോൾ കിട്ടിയൊരു ഫീലില്ലേ, ആ സെയിം ഫീൽ തന്നെയായിരുന്നു ഈ ഒരു പടത്തിലും. ദാറ്റ് AK ഈസ് ബാക്ക്. കഥനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വൺ ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു. ഭാര്യയ്ക്കും മകനും വേണ്ടി അതെല്ലാം ഉപേക്ഷിച്ച് പുള്ളി ജയിലിൽ 17 വർഷം സറണ്ടറായി. അതിനുശേഷം പുള്ളി ഇറങ്ങുന്ന ടൈമിൽ മകനകത്ത് പോകുന്നു. ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് കാരണം മകനെ പുറത്തിറക്കാൻ വേണ്ടി പുള്ളി നടത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയണത്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട പാട്ട് അദിക് രവിചന്ദ്രൻ, ദ ഡയറക്ടർ ഓഫ് ദിസ് ഫിലിം, പക്ക ഒരു ഫാൻ ബോയ് സംഭവമാണ് ചെയ്തു വെച്ചേക്കുന്നത്. കാരണം ആദ്യം തുടങ്ങി അവസാനം വരെ നമ്മളെ സീറ്റിൽ ഇരുത്തത്തില്ല. ആർപ്പുളികളും ബഹളവും മാത്രം ഉണ്ടായിരുന്നുള്ളൂ തിയേറ്ററിൽ. ഇതേപോലെ വേണം ഒരു ഫാൻ ബോയ് പണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതേപോലെ വേണം അത്തേവാതിരം. പിന്നെ പ്രകാശിൻ്റെ BGM, ഇതേപോലെയൊക്കെ BGM ഒക്കെ ചെയ്തു നോക്കണം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ മലയാളം സിനിമയിൽ ഇങ്ങനെ ഒരു ഫാൻ ബോയ് ട്രൈബ്യൂട്ട് എന്തുകൊണ്ട് വന്നിട്ടില്ല എന്ന്. ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ്, എന്തുകൊണ്ട് ഇതേപോലെ ഒരു സംഭവം ചെയ്യുന്നില്ല. കാരണം ഒരു തമിഴ് ഫിലിംസിൽ അവർ ഫാൻ ബോയ് ചെയ്യുന്ന പടങ്ങളെല്ലാം പക്ക ഫാൻ ബോയ് സംഭവം തന്നെ ആയിരിക്കുള്ളൂ. പക്ഷെ നമ്മുടെ മലയാളത്തിൽ മാത്രം ഇങ്ങനെ വരുന്നില്ല. അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിഷമമുണ്ട്. പിന്നെ ഇതിൽ കൊടുത്തേക്കണ കുറേ സ്പൂഫ്സ്, അയ്യോ അതൊരു രക്ഷയില്ല മാൻ. എൻ്റെ പൊന്നു, അജിത്തിൻ്റെ പണ്ടത്തെ വിൻറ്റേജ് ലുക്കുകൾ അതെല്ലാം ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പക്ക ട്രൈബ്യൂട്ട്. അതിൽ ദീന വരുന്നുണ്ട്, വാലി, അതേപോലെ ബില്ല, മങ്കാത്ത, എൻ്റെ മോനെ പക്ക. പുള്ളിയുടെ കുറച്ച് കാലഘട്ടത്തിനെ കുറിച്ചൊക്കെ പറയും, പഴയ കാലഘട്ടത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് ഡോൺലി വരുന്നുണ്ട്, പ്രൊഫസർ വരുന്നുണ്ട്, നമ്മുടെ മണി ഹേസ്റ്റില, ജോൺ വിക്ക് വരുന്നുണ്ട്. അതൊക്കെ ഒരു ലോജിക്കില്ലാത്ത സംഭവമാണ്. പക്ഷേ ഒരു പക്ക ഒരു ഫാൻ ബോയ് സംഭവം തന്നെയാണ് ഇത്. തലയുടെ ഒരു പണ്ടത്തെ പൂണ്ടുവിളയാട്ട് ഇതിനകത്ത് കണ്ട്. ശരിക്കും മങ്കാത്തൊക്കെ അപ്പുറം ഇങ്ങനെ ഒരു എൻഗേജിങ് ആയിട്ടൊരു മൂവി ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. വിടാമുയർച്ചി എന്ന് പറഞ്ഞൊരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം അതിൽ എനിക്ക് തന്നെ തോന്നിയായിരുന്നു, പുള്ളി എന്താണ് പുള്ളിയുടെ പണ്ടത്തെ ആ ഒരു ഇതൊക്കെ പോയല്ലോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷേ ഈ ഒരു സിനിമയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴല്ല, ആ ഗ്രാഫ് ഒരു രക്ഷയില്ല. പ്രൂഫിൻ്റെ കള്ളികളാ ശരി. ആദ്യം തുടങ്ങി അവസാനം വരെ നമ്മൾ വെറുതെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകണേ. അതിലൊരു അതിൽ എങ്ങനെയാണ് ഇത്ര എൻഗേജിങ് ആയിട്ട് പോകണമെന്നൊരു ഫാൻ ബോയ് ചെയ്തു വെച്ചാൽ ഇങ്ങനൊരു സെറ്റപ്പൊക്കെ, ഇങ്ങനൊരു സംഭവമൊക്കെ ചെയ്തു നോക്കണമെന്നൊക്കെ ഒന്നും നമ്മൾ വിചാരിക്കണ പോലും ഉണ്ടാവില്ല. അതേപോലൊരു സംഭവമാണ് ചെയ്തു വെച്ചേക്കണത്. കാരണം ലോജിക്കൊന്നും നോക്കരുത്, ലോജിക്കൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ലോജിക്കൊന്നും നോക്കാതെ പോയി കാണുക. പിന്നെ ഇതിലൊരു ഇൻ്റർവെൽ സാധനമുണ്ട്, തളപതിര നൻപാ ഐ ആം വെയിറ്റിംഗ്. ആ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു തിയേറ്ററില്ലേ മൊത്തം കുലുക്കി, മൊത്തം ആ ഒരു സംഭവം. അത് ഒറ്റൊരു റെഫറൻസ് ഉള്ളു, അത് ആ സാധനം കയറി ഞങ്ങൾ വളർത്തി. സംഭവം എന്തായാലും കൊള്ളാം. നിങ്ങളൊരു എൻ്റർടൈൻമെൻ്റ് ഒരു മൂവി ലോജിക്കൊന്നും നോക്കാതെ പോകാൻ പറ്റിയ പടമാണ്. ലോജിക്ക് നോക്കരുത്, നേരെ പോയി കാണുക. നമുക്ക് മങ്കാത്ത പോലെ തന്നെ ഒരു മൂവി തന്നെയാണ് സംഭവം. എന്തായാലും അജിത്തിനെ പ്രസൻറ്റ് ചെയ്തേക്കണ രീതിയൊക്കെ അടിപൊളിയാണ്. അജിത്ത് ശരിക്കും ആ ട്രെയിലറിൽ കാണിച്ചേക്കണുണ്ടല്ലോ, അയ്യോ ട്രെയിലറിൽ കാണിച്ചേക്കണത് ശരിക്കും ആ ഒരു സംഭവം തന്നെ. പിന്നെ ഇതിൽ വില്ലൻ ക്യാരക്ടറൊക്കെ ചെയ്തേക്കണത് അർജുൻ ദാസാണ്. പക്ഷെ അർജുൻ ദാസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അർജുൻ ദാസിൻ്റെ റോളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ അർജുൻ ദാസിനേക്കാളും നല്ലൊരു സ്ട്രോങ് ക്യാരക്ടറാണോ നമുക്ക് ചില സമയത്ത് തോന്നിപ്പോകും. കാരണം വിജയ് സേതുപതിയൊക്കെ ആയിരുന്നു വെച്ചാൽ കുറച്ചും കൂടി അജിത്ത് കട്ടക്കൊക്കെ നിന്നേനെ. ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയായിരുന്നു. അർജുൻ ദാസിന് കിട്ടിയ റോൾ അർജുൻ ദാസ് നല്ല പക്കയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ജാക്കി ഷെറോഫിൻ്റെ റോളൊക്കെ എന്തിനാണെന്നൊന്നും കൂടി അറിയത്തില്ല. ചുമ്മാ ഒരു കോമഡി പീസിനെ പോലെ അങ്ങാടും ഇങ്ങാടും നടക്കുക, അത് മാത്രം ഉണ്ടായുള്ളൂ. ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്നു. ഷൈൻ ടോം ചാക്കോനും വലിയ സീനൊന്നുമില്ല. അതിൻ്റെയും റോളിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ സീനുകളൊന്നുമില്ല. ചുമ്മാ ഒരു 2 മിനിറ്റത്തെ ഒരു റോൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തൃഷനെ കുറിച്ച് പറഞ്ഞത്, തൃഷയുടെ ആ പണ്ടത്തെ സൗന്ദര്യം ഉണ്ടല്ലോ, അയ്യോ രക്ഷയില്ലട്ടാ. തൃഷന
ഏജ് ഓവറാകും തോറും സൗന്ദര്യം കൂടി തന്നെയാണ്. തൃഷിനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിമ്രാൻ്റെ ഒരു കമ്മിയും കൂടി ഉണ്ട്, അത് നൈസാ. കാരണം സ്പൂഫ് കൊണ്ടുള്ള കളിയാണ്. സ്പൂഫ് തന്നെ മൊത്തം മൂവി സ്പൂഫാണ്, പക്ഷെ അത് ഭയങ്കര എൻ്റർടൈനിങ് ആണ്. നമ്മൾ ഭയങ്കരമായിട്ട് എൻഗേജിങ് ആവും. കാരണം നമ്മളെ ഒരു തരത്തിലും നമ്മളെ മടുപ്പിക്കാത്ത രീതിയിലാണ് മൂവി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പടം പോലും കാണാതെ ചിലവരൊക്കെ വന്നിട്ട് റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് ദളപതിര ഒരു റെഫറൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്, 3 റെഫറൻസ് എന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് മരണമാസിലാണ് എന്ന് ഈ പറഞ്ഞ റിവ്യൂ പറയുന്ന ആളോട് എനിക്ക് പറയാനുണ്ട് കേട്ടോ. മങ്കാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ആ ഒരു മൂവി നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു സംഭവം പ്രതീക്ഷിക്കണം, ആ ഒരു സാധനം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പടത്തിന് ടിക്കറ്റ് എടുത്തു, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു. ആദ്യം തുടങ്ങി അവസാനം വരെ വെറുതെ ഉണ്ടല്ല, വെറുതെ ചിൽ അതേപോലെ ഇരിക്കണം. വെറുതെ ഗ്രാഫ് വെറുതെ കയറിയാണ് പോണത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കുറേ നാൾ കൂടി ഈ അജിത്തിനെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞല്ലോ. അജിത്തിൻ്റെ ഒരു നല്ല കമ്പാക്ക് തന്നെയാണ്. ഫാൻസിന് എന്തായാലും എങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ ഭയങ്കര ആഘോഷം തന്നെ. കാരണം അത്ര ഒരു ട്രൈബൂട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും പടമൊക്കെ പോയി കാണുക. പടം പോയി കണ്ട് അതിനുശേഷം അഭിപ്രായങ്ങളൊക്കെ എന്തായാലും എല്ലാവരും ഒന്ന് കമൻ്റ് ആയിട്ട് ഒന്ന് പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.